കഥ പറയുമ്പോൾ എന്ന മമ്മൂട്ടി ചിത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ്. ശ്രീനിവാസൻ എഴുതി മോഹൻ സംവിധാനം ചെയ്ത സൗഹൃദത്തെപ്പറ്റി പറയുന്ന സിനിമയായിരുന്നു കഥ പറയുമ്പോൾ. ചിത്രത്തിന്റെ ക്ലൈമാക്സിനോടടുക്കുമ്പോൾ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം സുഹൃത്ത് ബാലിനെ കുറിച്ച് പറയുന്നൊരു പ്രസംഗമുണ്ട്. ഇന്നും അത് ആവർത്തിച്ച് കേൾക്കുന്നവരുമുണ്ട്. ആ പ്രസംഗത്തെപ്പറ്റിയും സിനിമയെപ്പറ്റിയുമാണ് ശ്രീനിവാസൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അത് ശരിക്കും തന്റെ കഥയല്ല എന്നും ശ്രീകൃഷ്ണനെ പറ്റിയും കുചേലിനെ പറ്റിയും പണ്ട് മുതലേ നമ്മളെല്ലാം കേട്ടിട്ടുള്ള കഥയാണെന്നും ശ്രീനിവാസൻ പറയുന്നു. ആ കഥയും ആ സൗഹൃദവും ആധുനിക യുഗത്തിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെ പറയുമെന്ന തരത്തിലാണ് കഥ പറയുമ്പോൾ എന്ന സിനിമ എടുത്തതെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അതേ ലെവലിലുള്ള ഒരാളെ വേണമെന്നും മലയാള സിനിമയിൽ അത്തരത്തിൽ താരപദവിയിലുള്ള ഒരാൾ വേണമെന്നും അങ്ങനെയാണ് മമ്മൂട്ടിയിലേക്ക് എത്തുന്നതെന്നും ശ്രീനിവാസൻ പറയുന്നു. പിന്നീട് കുചേലന്റെ ലെവലിലുള്ള കഥാപാത്രത്തെ ഒരു ബാർബറായും തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത്. പ്രസംഗം ആളുകളുടെ മനസ്സിൽ തട്ടിയിട്ടില്ല എങ്കിൽ പടം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് താൻ KP അപ്പന്റെയൊക്കെ സാഹിത്യ നിരൂപണ പുസ്തകങ്ങളിലെ പദങ്ങളൊക്കെ KP അപ്പന്റെ തന്നെ അനുവാദത്തോടെ പ്രസംഗത്തിനായി ഉപയോഗിച്ചെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. പിന്നീട് വൈലോപ്പള്ളിയുടെ മാമ്പഴത്തിലെ ഭാഗങ്ങളും അങ്ങനെ നിരവധി പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ശ്രീനിവാസൻ പറയുന്നു. പല പല വാചകങ്ങൾ തന്റേതായ രീതിയിൽ തന്റെ ഭാവനയ്ക്കനുസരിച്ച് പല പല പേജുകളിലായി എഴുതിയെന്നും ശ്രീനിവാസൻ ഓർത്തെടുക്കുന്നു. ചിത്രീകരണത്തിന്റെ ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാണ് അത് ഒന്നിച്ചാക്കി പ്രസംഗ രൂപത്തിലാക്കിയതെന്നും എഴുതി കഴിഞ്ഞ് താൻ വായിച്ചു നോക്കിയപ്പോഴേക്കും തന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. തന്നെ പോലെയുള്ള ഹൃദയമുള്ളവരെ ഈ വാക്കുകൾ കരയിപ്പിക്കുന്നുവെന്ന് തനിക്ക് അപ്പോൾ മനസ്സിലായെന്നും ആ ആത്മവിശ്വാസത്തോടെ ആ കടലാസുമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയെന്നും ശ്രീനിവാസൻ ഓർക്കുന്നു. ഇന്നസെന്റും മമ്മൂട്ടിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. തന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി മമ്മൂട്ടി വായിച്ചു നോക്കിയെന്നും അപ്പോൾ മമ്മൂട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞുവെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. പിന്നീട് ഇന്നസെന്റ് വായിച്ചു നോക്കിയ ശേഷവും കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉദ്ദേശിച്ച ഫലം കണ്ടുവെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീനിലെ മമ്മൂട്ടിയുടെ 4 മിനിറ്റ് നീളുന്ന പ്രസംഗം മുഴുവൻ തുടർച്ചയായി ഒറ്റ ടേക്കിലെടുത്തതാണെന്ന് സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ P. സുകുമാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ സീനിന് വേണ്ടി റിഹേഴ്സൽ ചെയ്തിരുന്നില്ല എന്നും P. സുകുമാർ പറഞ്ഞിട്ടുണ്ട്. ഡയലോഗ് പറയാനാകാതെ തൊണ്ടയിടർ നിൽക്കുന്നത് മമ്മൂട്ടിക്ക് ശരിക്കും സംഭവിച്ചതാണെന്നും സുകുമാർ ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീനിവാസന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ അശോക് രാജും ബാർബർ ബാലനും തമ്മിലുള്ള ആത്മബന്ധ കഥ ഓരോ സൗഹൃദത്തെയും ഈറനണിയിക്കുന്നതാണ്. അതേസമയം മമ്മൂട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്ന കാര്യം മുകേഷും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചും ശ്രീനിവാസൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റിംഗിനെടുത്ത സമയം മറ്റൊരു സിനിമയ്ക്കും എടുത്തിട്ടില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ശ്രീനിവാസൻ പറയുന്നു. ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തിന്റെ പേര് തന്നെയാണ് മേലുകാവെന്നും അത് തന്നെ സിനിമയിൽ ഉപയോഗിച്ചതെന്നും അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സ്നേഹവും സഹകരണവും ഉള്ളവരാണെന്നും ശ്രീനിവാസൻ പറയുന്നു. താൻ സംവിധാനത്തിലേക്ക് വന്നതിനെ പറ്റിയും ശ്രീനിവാസൻ പറയുന്നുണ്ട്. വടക്ക് നോക്കിയ യന്ത്രത്തിനായി മറ്റ് പല സംവിധായകരെയും നോക്കിയെന്നും സത്യനന്ദിക്കാട് സച്ചിയോടൊക്കെ പറഞ്ഞിരുന്നുവെന്നും അങ്ങനെ ഒന്നും റെഡിയാകാതെ വന്നപ്പോഴാണ് തന്നോട് സംവിധാനം ചെയ്യാൻ സത്യനന്ദിക്കാട് ആവശ്യപ്പെടുന്നതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രത്തിന് പേര് വന്നതിനെ കുറിച്ചും ശ്രീനിവാസൻ പറയുന്നുണ്ട്. തന്റെ വീടിനടുത്തുള്ള ഒരു വീടിന്റെ പേരാണെന്നും യഥാർത്ഥത്തിൽ കൊല്ലത്തുള്ള ഒരാളാണ് തളത്തിൽ ദിനേശൻ എന്നും മുൻപത് പറയാൻ തനിക്ക് പേടിയായിരുന്നുവെന്നും എന്നാൽ തനിക്കിപ്പോൾ ആ പേടിയില്ല എന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.